ഹായ് ഓൾ, വെൽക്കം ടു ദ ടൈനി ടോക്ക്. നമ്മൾ വന്നിരിക്കുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആയിരുന്നു. അപ്പോൾ കമ്പാരിസൺ ചെയ്യുന്നത് നമുക്ക് ലംബോർഗിനിയുടെ റിവോൾട്ടോ എന്ന് പറയുന്ന രണ്ട് മോഡലാണ്. ഇത് വന്ന് ബുറാഗോയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് മോഡലാണ്. ഇത് വരുമ്പോഴത്തേനും ജോയ് ജംഗ്ഷന്റെ നോൺ ഒഫീഷ്യൽ ലൈസൻസ്ഡും ആണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം. ഇതൊരു പ്രീമിയം അക്രലിക് കേസിലാണ് വരുന്നത്, ഇതൊരു നോർമൽ അക്രലിക് കേസിലാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഈ രണ്ട് മോഡലും വരുന്നത്. ഇത് ഒഫീഷ്യൽ ലൈസൻസ്, ഇത് നോൺ ഒഫീഷ്യൽ ലൈസൻസ് ആണ്. നിങ്ങൾക്ക് വിഷ്വലി നോക്കിയാൽ തന്നെ അറിയാം ഇതിന്റെ പെയിന്റിന്റെ ക്വാളിറ്റിയും മറ്റുമൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത് ഒഫീഷ്യൽ ലൈസൻസിനായിരിക്കും. ഇത് നോൺ ഒഫീഷ്യൽ ആണ്. അതിന്റെ പെയിന്റിന്റെ ക്വാളിറ്റി അത്രയ്ക്ക് ഇതിനോട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത്രയ്ക്ക് പോരാ. അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ലോഗോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഫീഷ്യൽ ലൈസൻസിന് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ലോഗോ ആയിരിക്കും. ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ലോഗോ ആയിരിക്കും. അതുപോലെ തന്നെ കാറിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതിന് ഒഫീഷ്യൽ ലൈസൻസിന് ഡീറ്റെയിലിംഗ് ആണ്. ഇതിന് മൂവിംഗ് പാർട്സ് വരുന്നത് ഡോർസും, രണ്ട് ഡോറും പിന്നെ ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റും മാത്രമേ ഇതിന് മൂവിംഗ് പാർട്സ് വരുന്നുള്ളൂ. നമ്മുടെ നോൺ ഒഫീഷ്യൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അത്രയും ഇതിലുള്ള പോലെ കുറെ ജിമിക്സ് ഒന്നും ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല. അതുപോലെ ലൈറ്റ്സ്, സൗണ്ട്, ഹോണ്, നമ്മൾ സ്റ്റിയറിംഗിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒഫീഷ്യൽ ലൈസൻസിൽ ഉണ്ടാവില്ല. ഇതിൽ പക്ഷേ ഡീറ്റെയിലിങ്ങും ആ ഒരു കളക്ടർ പെർസ്പെക്റ്റീവിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒരു കളക്ടർക്ക് അതിന്റെ ഒരു കാറിന്റെ ഒരു പ്രൊസിഷൻ, അതിന്റെ ഒരു ഡീറ്റെയിലിങ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് എപ്പോഴും 1:24 ഈ ബുറാഗോയുടെ മോഡൽസ് ആണ് കൂടുതലും കളക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുറാഗോ എന്നല്ല ഞാൻ പറഞ്ഞത്, വേറെ ഇതുപോലെയുള്ള ഒഫീഷ്യൽ ലൈസൻസ്ഡ് ബ്രാൻഡ്സ് ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്യുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇതിന്റെ രണ്ടിന്റെ ഒരു കമ്പാരിസൺ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരുപാട് എൻക്വയറികളാണ് എപ്പോഴും ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് രണ്ടും പ്രൈസ് ഇത്രയും ഡിഫറൻസ് വരുന്നത്. ഇതിന്റെ പ്രൈസും ഈ നോൺ ഒഫീഷ്യലിന്റെ പ്രൈസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് അതിനൊരു ക്ലാരിറ്റി വരുത്താനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കിയാൽ ഇതിന്റെ നമുക്ക് ഡോർസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ എഞ്ചിൻ കമ്പാർട്ട്മെന്റ് ഇതിന്റെ ഓപ്പണബിൾ ആണ്. അതുപോലെ ഈ സ്പോയിലർ ഇല്ലേ, ഈ സ്പോയിലർ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ സ്പോയിലർ അത് മൂവിങ് ആണ്. ഇതുണ്ട്, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുൾ ചെയ്ത് ഇങ്ങനെ വെക്കാം. എഞ്ചിൻ കമ്പാർട്ട്മെന്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കളർഫുൾ ആയിരിക്കും. ഈ കാർസിന്റെ സെയിം കളർ തന്നെ വരുന്ന സീറ്റ് കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. അതുപോലെ ഇന്റീരിയറിൽ കുറച്ചുകൂടെ ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഡോർ പാഡിന്റെ സൈഡ് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇതിന് വേണ്ട ഹോൺ, ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കളക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒഫീഷ്യൽ ലൈസൻസ് തന്നെ നോക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാം എന്താണേലും നമുക്ക് ഈ ബുറാഗോയുടെയും മൈസ്റ്റോയുടെയും അതുപോലെ തന്നെ ഈ ജോയ് ജംഗ്ഷന്റെ ആണെങ്കിലും ചേസിയുടെ ആണെങ്കിലും അതുപോലെ ഒരുപാട് 1:24 ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഷോപ്പ് ഒന്ന് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽസ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽ വേഗം ഒന്ന് കളക്ട് ചെയ്യുള്ളൂ. താങ്ക് യു.